ഡെയിലി ഫിറ്റ് ബൈ ദിനു ഫിറ്റ്നസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ വാമപ്പാണ്. ജോഗിങ് സ്റ്റാർട്ട് ചെയ്തു. കുറേ നാൾ കൂടി ഒരു മഴയൊക്കെ പെയ്ത് ഇവിടെ ഫുള്ള് വെള്ളമായേട്ടോ, നനഞ്ഞ് കിടക്കുവാണ്. തണുപ്പിൻ്റെ സുഖമുണ്ട് അല്ലേ? ഒരു ചെറിയൊരു തണുപ്പുണ്ട് ഇപ്പോൾ. ഓട്ടം കഴിഞ്ഞു. ഇന്ന് സാധാരണ ഓടുന്നതിനേക്കാളും അല്പം കൂടെ ഡിസ്റ്റൻസ് കൂട്ടി. കുറേ നാൾ കൂട്ടിയിട്ട് മഴ പെയ്തുകൊണ്ട് ഒരു കൂൾനെസ്സും ഉണ്ട്. ആ, പക്ഷെ ഒത്തിരി ഇതാവുന്നുണ്ട്. വെള്ളം കുടിക്കണം. മസാല കണ്ടിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു. എനിക്ക് അത് കഴിച്ച് ഭയങ്കര ആവശ്യം. വളരെ അടുത്തുനിന്നൊരു തേങ്ങ തല്ലി പിടിച്ചു. അങ്ങനെ ഇറങ്ങാൻ നേരം വിചാരിച്ചേ പറയാൻ പറ്റില്ലല്ലോ. ഇതിന് സാറില്ല 3 റൗണ്ട് ഓടിക്കുന്നില്ല മനസ്സിൽ. ഓടനായിട്ട് മുട്ടയുടെ ഓടിച്ചു. എന്നിട്ട് കുറേ വെള്ളം കുടിച്ചു നേരത്തെ കഴിച്ചു. എനിക്ക് ഉച്ചയ്ക്ക് ചോറ്, അല്പം ചോറ്, പിന്നെ പാവയ്ക്ക. സക്സസ്ഫുൾ ആയിട്ട് ഹോട്ടലിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ പയ്യെ ഒഴിവാക്കാം. പുതിയ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മൾ 7 ഡേയ്സിൻ്റെ ഒരു പുഷപ്പ് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് പുഷപ്പും അതുപോലെ തന്നെ സിറ്റപ്സും ആണ്. അപ്പോൾ ഇന്ന് മാക്സിമം എത്രയാണോ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ച് ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഈ ചലഞ്ചിൽ ഒരു എസ്റ്റിമേറ്റ് ഫിക്സ് ചെയ്യും. അപ്പോൾ ആ ടാർഗറ്റ് ഇന്ന് ഫിക്സ് ചെയ്തിട്ട് മീറ്റ് ചെയ്തിട്ട് നാളെ മുതൽ അതായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മണലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ തടി എടുത്തിരുന്നത്. അപ്പോൾ ഡയമണ്ട് പുഷപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടോ, നമ്മുടെ കൈ ഫസ്റ്റ് ഈ ഒരു ഡയമണ്ട് പൊസിഷനിൽ വയ്ക്കുക. ഇതുണ്ടോ, ഇങ്ങനൊരു ഡയമണ്ട് പൊസിഷനിലേക്ക് വയ്ക്കുക. എന്നിട്ട് നോർമൽ പുഷപ്പ് പൊസിഷനിൽ വരിക. 1 2 4 4 5 6 7 8 9 10. ഓക്കെ, പോട്ടെ. ഇനിയും പോണം അല്പം കൂടെ. അത് തന്നെ. 1 2 3 പോണം. ഇനിയും താഴോട്ട് പോകണം. പ്രാക്ടീസ് വേണം. 10. അപ്പോൾ സാറ് 10 ചെയ്ത് ഞാൻ ഡീസൻ്റായിട്ട് 15 ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. പുഷപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈസി ആയിട്ടുള്ള വഴിയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതുണ്ടോ, നമ്മുടെ ബോഡി ഇങ്ങനെ വയ്ക്കുക. 2 കൈയും ചെസ്റ്റിൻ്റെ 2 സൈഡിലായിട്ട് വയ്ക്കുക. നമ്മുടെ എൽബോ ഉണ്ടല്ലോ താഴേക്ക് ഫേസ് ചെയ്ത്, എന്നിട്ട് കാല് പ്ലേസ് ചെയ്യുക. ബോഡി നേരെയാക്കുക. അപ്പർ ബോഡി നേരെയാക്കുക. ഇതുണ്ടോ, ബോഡി നേരെയാക്കുക. നേരെ മാക്സിമം ഇങ്ങനെ കുനിയാണ്ട് ഇങ്ങനെ നോക്കുക. ഓക്കെ, എന്നിട്ട് ഇതുണ്ടോ, കൈ താഴേക്ക് പോകുമ്പം എൽബോ താഴേക്ക് ഫേസ് ചെയ്യണം. ചിലവർ ചെയ്യും ഇങ്ങനെ ചെയ്യാറുണ്ട്. അതൊക്കെ ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ഡയമണ്ട് പുഷപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കണ്ടോ, 1 2 3 4 5. അതായത് എന്താണെന്നറിയാം, ഇങ്ങോട്ട് നോക്കിയേ. സാറിൻ്റെ അപ്പർ ബോഡി ഇങ്ങോട്ട് വന്നേ. കിടന്നേ അവിടെ ഒന്ന്. ചെസ്റ്റ് 2 ഇടത്തും വെച്ചിട്ട് കിടന്നേ. 2 കൈ സൈഡിൽ വെച്ചേ. ഈ എൽബോ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇങ്ങോട്ട് ഫേസ് ചെയ്തല്ലോ. കൈ അല്പം കൂടി ഇങ്ങോട്ട് നോക്കി. ഓക്കെ, ഗുഡ്. 2 കൈ ഇങ്ങനെ ഇച്ചിരി കൂടെ അകത്തി വെച്ചോ. പുഷപ്പ് എടുക്കുക. പുഷപ്പിൻ്റെ പൊസിഷൻ. കിടന്നേ നേരെ. ഓക്കെ, ചെസ്റ്റിൻ്റെ 2 സൈഡിലായിട്ട് വരണം കൈ. സാറ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലൈൻ. ഇതാണ് ലൈൻ. സാറിൻ്റെ ബോഡി ഇവിടെ ആയിരിക്കണേ. ഇതിങ്ങ് കയറണം, ഇങ്ങോട്ട് വരണം. നമ്മുടെ കൈ സ്ട്രെയിറ്റ് ചെയ്യുമ്പം ഷോൾഡറിൻ്റെ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇച്ചിരി കൂടെ മുകളിലോട്ട് വരട്ടെ. അത് തന്നെ. അല്പം കൂടെ പൊട്ട താഴെ.
അടുത്ത് നമ്മൾ സിറ്റപ്സ് ചെയ്യാൻ പോവാണ്. 1 2 3 1 2 3 ഓക്കെ. ലാസ്റ്റ് എൻ്റെ സിറ്റപ്സ് മാക്സിമം എത്രയാണെന്നുള്ളതാണ് നോക്കാൻ പോകണം കേട്ടോ. ഞാൻ പോരല്ലേ? പോരായിക്കൊന്നുമില്ല, 6 ഇപ്പോഴായിട്ട് തുടങ്ങിയില്ലേ ഉള്ളൂ സാറേ. ഒരിടയ്ക്ക് സിറ്റപ്സ് ചെയ്യാനായിട്ട് ഒരെണ്ണം പോലും പൊങ്ങൂല. ഏറ്റവും അവസാനം കയ്യിൽ ഒരു കമ്പ് കൊടുത്തിട്ട് അതിനെ പിടിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഫ്രീ ആയിട്ട് 35 എണ്ണം പോയില്ലേ? 15 എണ്ണം സുഖമായിട്ട് പോകും. ഇന്നല്ലാണ്ട് അപ്പോൾ അതൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് അല്ലേ? ഞാൻ 70-ലോട്ടുള്ള ജൈത്ര യാത്രയാണ്. 70 പോകില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പോലെ ആയിക്കോട്ടെ. 1 10 മതി, 10 മതി. അപ്പോൾ 60 സെറ്റ് ചെയ്ത് 60 30. ഓക്കെ, സെറ്റ്. ഡയമണ്ട് പുഷപ്പ് സെറ്റ് ചെയ്ത് എൻ്റെ ഭാഗത്തുനിന്ന് 15 ഡയമണ്ട് പുഷപ്പും. അതെ, എനിക്ക് 30. അടുത്ത സിറ്റപ്സിൽ എനിക്ക് 60, സാറിന് 30. സാറിന് 30, എനിക്ക്. ഓക്കെ, നമുക്കിനി ഇതിനി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ ഡേ 1 ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഡേ 2-ൽ 60 30 30 50. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലുള്ള ഫിറ്റ്നസ് വീഡിയോസ് കാണാനും എക്സസൈസ് റിലേറ്റഡ് ടിപ്സ് അറിയാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അതെ, സ്റ്റേ ട്യൂൺഡ്. നാളെ കാണാം. ബൈ.